Hello friends, ഇന്ന് നമ്മൾ രണ്ട് സാരി ഡിസ്പ്ലേ ആണ് കാണുന്നത്. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഒരു ബ്ലാക്ക് കോട്ടൺ സാരിയിൽ റെഡ് ബൂളിയൻ റോസസ് ചെയ്യുന്ന ഒരു ഡിസൈൻ എങ്ങനെ തയ്ക്കുന്ന ആ ഡിസൈൻ എങ്ങനെ തയ്ക്കുന്നതെന്ന് കാണിച്ചു തന്നായിരുന്നു. അപ്പം അന്ന് അത് കണ്ടു കഴിഞ്ഞിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്തായിരുന്നു ആ സാരി തയ്ച്ചു കഴിഞ്ഞിട്ടൊന്ന് ഡിസ്പ്ലേ കാണിക്കണം, എവിടേക്ക് എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് എന്ന് കാണിക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു സാരി. രണ്ടാമത്തെ സാരിയുടെ ബോർഡറിൽ നല്ല ഹെവി വർക്കുള്ള ഒരു കോൺട്രാസ്റ്റ് കളർ ത്രെഡും ഇട്ട് തയ്ച്ചിരിക്കുന്ന ഒരു ഹെവി വർക്കുള്ള ഒരു സാരിയാണ്. അതിൻ്റെ അകത്ത് ഞാൻ ആ സാരിയുടെ മുന്താണിയിലും ചെസ്റ്റ് പോർഷനിലും പിന്നെ താഴെ റൈറ്റ് ലെഗിൻ്റെ പോർഷനിലുമാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പം അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ ബോർഡറും തയ്ക്കുവാണെങ്കിൽ നല്ല ഹെവി വർക്കായിട്ട് മാറ്റാം. അപ്പം കൂടുതൽ കഥ പറച്ചിലില്ലാണ്ട് നമുക്ക് സാരി കണ്ടു നോക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലാക്ക് സാരി. അതിൻ്റെ പല്ലു വരുന്നത് ഇങ്ങനെയാണ്. ഇതുപോലെ ഒരു 3 ഡിസൈനാണ് മുന്താണിയുടെ ഒരു പോർഷനിൽ ഒരു സൈഡിൽ വരുന്നത്. അതുപോലെ തന്നെ മറ്റേ സൈഡിലും ഇതുപോലെ തന്നെ 3 ഡിസൈൻ വരും. അപ്പുറത്തെ സൈഡാണിത്. അപ്പോൾ 2 സൈഡിലും ഇതുപോലത്തെ ഡിസൈൻസ്. ഈ സൈഡിലും മുന്താണിയുടെ 2 സൈഡിലും, ഈ സൈഡിലും റൈറ്റും ലെഫ്റ്റും സൈഡിലും ഇതുപോലത്തെ 3 ഡിസൈൻസ് വെച്ചിട്ട് കോർണറിൽ വരും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഇതുപോലെ 5 ഡിസൈൻസ് ആണ് വരുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ഷോൾഡർ മുതൽ താഴത്തോട്ട് പോകുന്ന ആ പോർഷനിൽ 5 ഡിസൈൻ ഇങ്ങനെ അടുപ്പിച്ച് വരുന്നുണ്ട്. ഇതുപോലെ തന്നെ ഒരു റൗണ്ട് നമ്മുടെ കാലിൻ്റെ താഴെ റൈറ്റ് ലെഗിൻ്റെ താഴെയായിട്ടും വരുന്നുണ്ട്. അതാണ് ഇത് തയ്ച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ മൊത്തത്തിൽ ഇതിൻ്റെ അകത്ത് 12 ഡിസൈൻസ് ആണ് വന്നേക്കുന്നത്. മുന്താണിയിൽ 3 വെച്ചിട്ട് 2 കോർണറിലും പിന്നെ ഫ്രണ്ടിൽ ഇതുപോലെ 5 ഡിസൈനും റൈറ്റ് ലെഗിൻ്റെ അവിടെ ഈ ഒരു ഡിസൈനും. അപ്പോൾ ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്നത് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ഇതാണ് ത്രെഡിൻ്റെ കോഡ് എത്രയാണ്. ഇതിൻ്റെ റെഡ് കളർ കോഡ് 47 ആണ്. കളർ കോഡ് 47, ആങ്കറിൻ്റെ 47 കളർ കോഡാണിത്. ഇത് 239 യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീൻ 239. അപ്പോൾ ഈ 2 കളർ കോഡ് വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തയ്ക്കുന്നതിൻ്റെ ബൂളിയൻ നോട്ട് തയ്ക്കുന്ന ഈ ഡിസൈൻ തയ്ക്കുന്ന വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അപ്പോൾ അതൊന്ന് കയറി നോക്കുക. അപ്പം ഇങ്ങനെയാണ് ഈ സാരി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് ഞാൻ വെച്ച് കാണിക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബ്ലാക്ക് സാരി വരുന്നത്. ഫ്രണ്ടിൽ 5 ഡിസൈൻസാണ് ഉള്ളത്. അപ്പോൾ അതിങ്ങനെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് ഫ്രണ്ടിൽ ഫുള്ളും വർക്കുള്ളവരെ നമുക്ക് ഫീൽ ചെയ്യും. പ്ലെയിൻ ആയിട്ട് ഇരിക്കത്തില്ല. പിന്നെ കോൺട്രാസ്റ്റ് കളേഴ്സും ആയതുകൊണ്ട് നല്ലോണം തെറിച്ച് ഇരിക്കുകയും ചെയ്യും. അപ്പം നമ്മുടെ മുന്താണിയിൽ വന്നിട്ട് ഇതുപോലെ 3 ഡിസൈനാണ് ഉള്ളത്. അത് 2 സൈഡിലും കൂടി ഉള്ളത് കൊണ്ട് മുന്താണി ആണെങ്കിലും പ്ലെയിൻ ആയിട്ട് ഇരിക്കുന്നവരെ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, നല്ല കോൺട്രാസ്റ്റ് കളേഴ്സ് ആയതുകൊണ്ട് തന്നെ. പിന്നെ താഴെ റൈറ്റ് ലെഗിൻ്റെ അവിടെയും ഇതുപോലത്തെ ഒരു ഡിസൈൻ ഉണ്ട്. അങ്ങനെയാണ് ഈ സാരി വരുന്നത്. ഇതൊരു പിങ്ക് ഷെയ്ഡിൻ്റെ വേരിയേഷനാണ്. അതിൻ്റെ അകത്ത് ഞാനൊരു ഡാർക്ക് ബ്ലൂ കളർ ത്രെഡ് ഇട്ടാണ് തയ്ച്ചേക്കുന്നത്. അതിൻ്റെ അകത്ത് ഗ്രീൻ ലീവ്സും അതിൻ്റെ അകത്ത് നിറച്ചും ലീവ്സും ഫ്ലവേഴ്സും ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ മുന്താണി വരുന്നത്. മുന്താണിയിൽ ഒരു L ഷേപ്പിലാണ് ഡിസൈൻ തയ്ച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സെയിം L ഷേപ്പ് തന്നെ ഇപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ മുന്താണിയുടെ 2 സൈഡിലും ഇതുവരെ വർക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇതുപോലെ ഇരിക്കാം. പിന്നെ എന്നോട് ചോദിക്കുന്നതാണ് ഈ സാരി തയ്ക്കുന്നതിന് മുമ്പ് സ്റ്റാർച്ച് കളഞ്ഞിട്ട് തേച്ച് നിവർത്തിയിട്ടാണോ നിങ്ങൾ തയ്ക്കാൻ തുടങ്ങുന്നതെന്ന്. അങ്ങനെയല്ല. ഇതിപ്പോൾ പുതിയ സാരിയാണ്. ഞാൻ സ്റ്റാർച്ച് കളയോ അലക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതുപടി എടുത്ത് ഞാൻ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് മടക്ക് പോലും മാറ്റാണ്ട് വെച്ചിട്ടാണ് ഞാൻ തയ്ച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ ഒന്നോടെയും പിന്നെ അയൺ ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിനാണ് കൊടുക്കണമെങ്കിൽ കസ്റ്റമറിന് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ സ്റ്റാർച്ച് ഒന്നും കളയണ്ട. കിട്ടണ വഴി ഡിസൈൻ വരച്ച് തയ്ക്കാൻ തുടങ്ങാം. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നിറച്ചും ലീവ്സും സ്റ്റെംസൊക്കെയാണ്. അപ്പോൾ അടിയിൽ കൂടെ പോണത് നിങ്ങൾ കാണുന്നുകൂടെ ഇല്ല, ഒരു ത്രെഡ് പോലും വലിക്കുന്നത്. അതെങ്ങനെയാണ് ത്രെഡ് വലിക്കാണ്ട് ഇങ്ങനെ സ്റ്റെമ്മും ലീഫും തയ്ക്കണ്ടേ എന്നുള്ളത് ഞാൻ എൻ്റെ തയ്ക്കുന്ന വീഡിയോയും കാണിച്ചു തരാം ഇതിൻ്റെ ഇടയിൽ. ഇതിൻ്റെ അകത്ത് ഫ്ലവേഴ്സ് വന്നിട്ട് സ്പൈഡർ സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്റ്റെം തയ്ച്ചിരിക്കുന്ന ബാക്ക് സ്റ്റിച്ചും ലീവ്സ് ലേസി ഡേസി സ്റ്റിച്ചിൻ്റെ ഉള്ളിൽ ഒരു തയ്യലും കൂടെ തയ്ച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ലീവ്സും, അതുകൊണ്ടാണ് ഫില്ലായിട്ടിരിക്കുന്നവരെ തോന്നുന്നത് നമുക്ക്. അപ്പോൾ അതെങ്ങനെയാണ് തയ്ക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം.
ഇതിൻ്റെ അകത്ത് ഇത്രയും ഭംഗിയിൽ ഇത് ഇരിക്കാനുള്ള കാരണം ഒന്ന് ഇത് കോൺട്രാസ്റ്റ് കളേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്, രണ്ട് ഇത് ഫുള്ളും തയ്ച്ചിരിക്കുന്ന 6 strands ആണ്. സ്പൈഡർ ആയാലും 6 strandsലാണ് തയ്ച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ സ്റ്റെം ആയാലും ലീഫ് ആയാലും എല്ലാം ആങ്കറിൻ്റെ 6 strands ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ 6 strands തയ്ക്കുമ്പോൾ നമ്മൾ താഴെ കെട്ടിടുമ്പോൾ ഇത്തിരി മുഴുത്ത കെട്ടായിരിക്കും വരുന്നത്. അത് കെട്ട് പെട്ടെന്ന് ഊരിപ്പോരാനും എളുപ്പമാണ്. 6 strands ആയതുകൊണ്ട് പെട്ടെന്ന് തടിച്ചിരിക്കുന്ന കാരണം പെട്ടെന്ന് തന്നെ ഊരിപ്പോരും. അപ്പോൾ ഒരു 2 വട്ടമെങ്കിലും മിനിമം കെട്ടിയിരിക്കണം, അല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഊരിപ്പോരും. അപ്പം പിന്നെ ഇതിൻ്റെ അകത്ത് കളർ കോഡ് പറയുകയാണെങ്കിൽ ഇത് ആങ്കറിൻ്റെ ത്രെഡ് 170 ആണ്. ആങ്കറിൻ്റെ ത്രെഡ് കോഡ് നമ്പർ 170 ബ്ലൂവിന്. ഇത് 237 ഈ ഗ്രീൻ കളർ യൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതാണ് ഇതിൻ്റെ കളർ കോഡ്. അപ്പം ഇതാണ് ഇതിൻ്റെ മുന്താണി. ഇനി വന്നിട്ട് ചെസ്റ്റ് പോർഷൻ കാണുവാണെങ്കിൽ ഇതാണ് ഫ്രണ്ടിൽ വരുന്നത്. അത് ഇത്തിരി ലെങ്ത്തിൽ ഉണ്ട്, ഷോൾഡർ തൊട്ട് ഞങ്ങൾ താഴത്തോട്ട് ലെങ്ത്തിൽ ഇതുവരെ തന്നെ പൂക്കളാണ്. ഈ ഇത്ര ഒരു ഭാഗത്തിലുള്ള ഡിസൈനിൽ തന്നെ നമുക്കൊരു 65 ഫ്ലവേഴ്സ് വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അത്രയും തോന്നില്ല, പക്ഷെ ഇതിൻ്റെ അകത്ത് തന്നെ 65 ഫ്ലവേഴ്സ് വരുന്നുണ്ട് ഇത്രയും ഈ ഒരു ലെങ്ത്തിൽ. കുറേ ലീവ്സും ഉണ്ട്. അതപ്പോൾ ഫ്രണ്ട് നല്ലോണം കോൺട്രാസ്റ്റ് കളേഴ്സും ആയതുകൊണ്ട് ആ ഫ്രണ്ട് പോർഷനിൽ ചെസ്റ്റ് പോർഷനിൽ നിറച്ചും നല്ല ഹെവി വർക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് ഇതുവരെ തന്നെ ഇത്രയും ലെങ്ത് ഇല്ല, കുറച്ച് ലെങ്ത്തിൽ റൈറ്റ് ലെഗ് പോർഷൻ്റെ അവിടെയും തയ്ച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കാണിച്ചു തരാം. അത് റൈറ്റ് ലെഗ് പോർഷൻ്റെ വരുന്നത് ഇത്രയും പോർഷനാണ് നമ്മൾ എന്നാ പ്ലീറ്റ്സ് എടുക്കുന്നതിന് മുമ്പിലായിട്ട് വരുന്നത്. ആദ്യം തുടക്കത്തിൽ കാണുന്ന ഡിസൈൻ ഇതാണ്, താഴെ വരുന്നുണ്ട്. അപ്പം ഇത് ഈ ഒരു ഡിസൈൻ ഫുൾ എൻറ്റയർ സാരിയിൽ തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾ സിൽക്ക് സാരിയോ അങ്ങനെ എന്തെങ്കിലും ഗ്രാൻഡ് ഫങ്ഷനൊക്കെ കൊടുക്കാനായിട്ട് കുറച്ചും കൂടെ നല്ല മെറ്റീരിയലിൽ ഫുൾ ബോർഡറും തയ്ക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ, ഒരു ഹെവി വർക്കായി മാറിക്കോളൂ. ഇതിപ്പം സിമ്പിളായിട്ട് നമ്മൾ മുന്താണിയിൽ 2 പോർഷൻ സൈഡിലും ചെസ്റ്റിൻ്റെ അവിടെയും കാലിൻ്റെ താഴത്തെ റൈറ്റ് ലെഗിൻ്റെ അവിടെയാണ് തയ്യൽ വന്നിട്ടുള്ളൂ. ഇതെല്ലാം ഫുൾ ബോർഡർ തയ്ക്കുവാണെങ്കിൽ അതൊരു ഹെവി വർക്കായി ഒരു ഫങ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയ മാതിരിയാകും. ഇതിപ്പോൾ ഞാൻ സ്പൈഡറിന് പകരം നിങ്ങൾക്ക് വേറെ ഏത് സ്റ്റിച്ച് വേണമെങ്കിലും ഫ്ലവേഴ്സിന് കൊടുക്കാം. കുറച്ച് എന്ത് കൊടുത്താലും ഇച്ചിരി എടുത്ത് നിൽക്കുന്ന 6 strands ഇട്ട് തയ്ക്കുന്ന വർക്ക് എന്തെങ്കിലും യൂസ്, ബൂളിയൻ നോട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇപ്പോൾ ബീഡാണെങ്കിലും വെക്കാം. അങ്ങനെയൊക്കെ വെക്കുമ്പം കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും ആയിരിക്കും നിറച്ചുള്ളതുകൊണ്ട് അതങ്ങ് പ്രൊജക്റ്റ് ചെയ്ത് നിന്നോളും. അപ്പം നമുക്ക് ഈ സാരി ഒന്ന് വെച്ച് കാണാം എങ്ങനെയാണ് വരുന്നത് എന്ന്, ഉടുത്താൽ എങ്ങനെ ഇരിക്കും എന്നൊന്ന് കണ്ടു നോക്കാം. ഈ സാരിയുടെയും ഷോൾഡർ തൊട്ട് ബാക്കിലോട്ട് പോകുന്ന ആ ഒരു പോർഷൻ വരെ തയ്യലുണ്ട്. ഒരു 20 ഇഞ്ചോളം ഇതുവരെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ കോൺട്രാസ്റ്റ് കളേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ഇത്തിരി ബോർഡറിൽ ഈ ഒരു വീതിയിലേ ഉള്ളൂ വർക്ക് എന്നുണ്ടെങ്കിലും പക്ഷേ ഇങ്ങനെ കോൺട്രാസ്റ്റ് കളേഴ്സ് ആയതുകൊണ്ട് നല്ലോണം എടുത്ത് കാണിക്കും. പിന്നെ മുന്താണിയിൽ വന്നിട്ട് ഇതുപോലെ L ഷേപ്പിൽ 2 സൈഡിലും ഉണ്ട്. ഒരു സൈഡ് മാത്രമേ ഉള്ളൂ എന്നുള്ള ഇതില്ല, 2 സൈഡിലും നല്ലോണം തന്നെ വർക്കുണ്ട്. ഇതെല്ലാം 6 strands, സ്റ്റെംസ് ആയാലും ലീവ്സ് ആയാലും ഫ്ലവേഴ്സ് ആയാലും എല്ലാം 6 strands ഇട്ട് തയ്ക്കുന്നത് കൊണ്ട് നമുക്ക് നൂല് കുറച്ചധികം വേണം. ഇതിൻ്റെ അകത്ത് ഞാനൊരു 15 കടിയിൽ കൂടുതൽ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ട്. രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് പറയുന്നത്, അതിൽ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ നമ്മൾ തയ്ക്കാൻ തുടങ്ങുമ്പോൾ ഇങ്ങനത്തെ ഡിസൈനൊക്കെ തുടങ്ങുമ്പോൾ കുറച്ച് അധികം നമ്പർ ഓഫ് ത്രെഡ്സ് മേടിച്ച് വെച്ചിട്ട് തയ്ക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോകേണ്ട വരും. അപ്പോൾ ഇതുപോലത്തെ തന്നെ ഒരു കുഞ്ഞ് ഡിസൈൻ ഞാൻ നേരത്തെ കാണിച്ചു പോലെ ലെഗിൻ്റെ പോർഷനിലും വരുന്നുണ്ട്, റൈറ്റ് ലെഗ് ബോട്ടം പോർഷനിലും വരുന്നുണ്ട്. അപ്പം ഞാൻ ഉടുക്കണില്ലാത്തത് കൊണ്ട് കാണിക്കാൻ പറ്റില്ല. അത് നേരത്തെ കാണിച്ച പോലെ ഒരു ഇത്രയും പോർഷനിലുള്ള ഒരു ഇത്രയും പോർഷനിലുള്ള ഡിസൈനാണ് വരുന്നത് ലെഗ് പോർഷനിൽ. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളും ഹെവി ആക്കണം എന്നുണ്ടെങ്കിൽ വല്ല ഫങ്ഷന് കൊടുക്കണമെങ്കിൽ ഇത് ഫുള്ളും ബോർഡറിലും തയ്ച്ചാൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും. അപ്പോൾ ഈ സാരിയിൽ നമ്മൾ തയ്ച്ചിരിക്കുന്ന വർക്ക് സ്പൈഡർ വർക്ക് ആയാലും സ്റ്റെംസും ലീവ്സും എങ്ങനെയാണ് തയ്ക്കേണ്ടത്, അടിയിൽ കൂടെ അധികം നൂല് വലിക്കാണ്ട് എങ്ങനെയാണ് തയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ ബ്ലാക്ക് സാരിയുടെ തയ്യൽ ഞാൻ ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും, എല്ലാവരും ഒന്ന് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ സാരിയുടെ തയ്യൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ബോർഡറിൽ ഡിസൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഇലയും തണ്ടുമാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് ഞാൻ 6 strands ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആങ്കറിൻ്റെ ത്രെഡ് 6 strands ആണ് യൂസ് ചെയ്യുന്നത്.
ഇതിപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ആദ്യം തന്നെ ബാക്ക് സ്റ്റിച്ച് മുഴുവനും തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലീഫ് തയ്ക്കാൻ പോയാൽ ഇപ്പോൾ ഈ ലീഫ് തയ്ച്ചു കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ടേക്ക് ലീഫ് തയ്ക്കാൻ പോകുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ത്രെഡ് പോകുന്നത് കാണും. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാക്ക് സ്റ്റിച്ചും ലീഫും ഒരുമിച്ച് തന്നെ, സ്റ്റെമ്മും ലീഫും ഒരുമിച്ച് തന്നെ നമ്മൾ തയ്ച്ചു പോകണം. അപ്പോൾ നമ്മളിവിടെ ഒരു ബാക്ക് സ്റ്റിച്ച് തയ്ക്കുകയാണ്. ഒരു വട്ടം തയ്ച്ചു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്നെടുത്ത് തിരിച്ച് സെയിം ഈ ഹോളിലോട്ട് വയ്ക്കുക. ഇങ്ങനെയാണല്ലോ ബാക്ക് സ്റ്റിച്ച് തയ്ക്കുന്നത്. ഇനി ഫ്രണ്ടിലോട്ട് സ്റ്റെം തയ്ച്ച് പോണതിന് പകരം ഈ ലീഫ്, ഇവിടുത്തെ ലീഫ് അങ്ങ് കംപ്ലീറ്റ് ചെയ്തിട്ട് പോകാം. അപ്പോൾ സ്റ്റെമ്മും ലീഫും ഒരുപോലെ തന്നെ, അപ്പോൾ അവിടെ തന്നെ തയ്ച്ച് ആ ഒരു പൊസിഷനിലുള്ള ലീഫും അപ്പം തന്നെ തയ്ച്ച് പോവുകയാണെങ്കിൽ അടിയിൽ കൂടെ നൂല് വലിയുന്ന ഇത് കാണത്തില്ല. അപ്പം ഞാൻ ലീഫ് ലേസി ഡേസിയാണ് തയ്ക്കുന്നതെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ഇങ്ങനെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ സൂചി എടുത്ത് ഇങ്ങനെ വലിക്കുന്നു. അപ്പം ലേസി ഡേസി തയ്ച്ചു. അപ്പം ലേസി ഡേസിയുടെ ഉള്ളിൽ ആ ഒരു കവറിങ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ചുമ്മാ ഒന്ന് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് ഒന്ന് കുത്തിത്താത്തനുണ്ട്. ആ ഒരു വിടവൊന്ന് ഇതാവാൻ വേണ്ടിയിട്ട്, ഫില്ലാവാൻ വേണ്ടിയിട്ട്. ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നില്ല. 6 strands ആയതുകൊണ്ട് ഇതുകൊണ്ട് ചുമ്മാ ഇപ്പോൾ അവിടെ എവിടെ നിന്നാണ് നമ്മൾ താത്തിയത്, ലേസി ഡേസി എവിടെ പൊക്കി താത്തുകയാണ് ചെയ്തേ, അവിടെ തന്നെ പൊക്കിയെടുത്തിട്ട് ഇങ്ങോട്ടേക്ക് താഴത്തോട്ട് ഞാനൊന്ന് താത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ലീഫ് ഫില്ലായിട്ടിരിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി ബാക്ക് സ്റ്റിച്ച് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ കണ്ടിന്യൂ ചെയ്ത് ആദ്യത്തെ ഇത് തയ്ച്ച് കഴിയുമ്പോൾ തന്നെ അടുത്ത ലീഫ് തയ്ക്കാനുള്ള ഇതാകും. അങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ അപ്പുറം ഇപ്പുറയും ലീഫും സ്റ്റെമ്മും ഒരുമിച്ച് തന്നെ തയ്ച്ച് പോവുകയാണെങ്കിൽ നമ്മുടെ താഴത്തേക്ക് നൂല് വലിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതൊട്ട് കാണുകയില്ല. അല്ലെങ്കിൽ നമ്മൾ സ്റ്റെം മാത്രം തയ്ച്ചു കഴിഞ്ഞിട്ട് പിന്നെ ലീഫ് തയ്ക്കാനായിട്ട് പോകുമ്പം എല്ലായിടത്തേക്കൂടെയും നൂല് വലിയണത്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഈ ഡിസൈനിലാണെങ്കിൽ കൂടുതൽ ലീഫ്സാണ് ഉള്ളത്. അപ്പം ഒത്തിരി ത്രെഡ് താഴത്തേക്കൂടെ വലിച്ചേക്കുന്നത് കാണും. അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് തയ്ച്ചാൽ വൃത്തിയായിട്ട് നമ്മുടെ സാരി ഇരിക്കും. ഇതിനും 6 strands ആണ് ഞാൻ ഫ്ലവർ ആയാലും സ്റ്റെമ്മും ലീഫും എല്ലാം തയ്ക്കുന്ന 6 strands വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ നീഡിൽ നമ്മൾ 6 strands കയറുന്ന ഏത് നീഡിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ക്രോസ് ഷാർട്ട് ഇതുള്ള മോനയുള്ളത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ലീഫ് മുഴുവൻ, ഈ സ്റ്റെം നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റെം തയ്ച്ചു കഴിഞ്ഞു, സ്റ്റെമ്മും ലീഫും ഒരെണ്ണം തയ്ച്ചു കഴിഞ്ഞു. ഇതുവരെ എല്ലാ സ്റ്റെമ്മും ലീഫും തയ്ക്കുക. ഇനി നമുക്ക് ഈ ഒരു ഫ്ലവർ തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ സ്പൈഡർ സ്റ്റിച്ചാണ് തയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് 8 സ്പൈഡർ ആയതുകൊണ്ട് 8 ലെഗ്സ് തയ്ക്കണം. നമ്മൾ വരച്ചേക്കുന്നത് സർക്കിളിൻ്റെ കുറച്ച് പുറത്തായിട്ട് കുത്തിയെടുത്താൽ നമ്മൾ തയ്ച്ചു കഴിയുമ്പോൾ ഈ പടം കാണത്തില്ല, വരച്ചേക്കുന്ന പടം കാണത്തില്ല. അപ്പോൾ എപ്പോഴും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മൾ വരച്ച് ആ സർക്കിൾ അവിടെ തന്നെ തയ്ച്ചു കഴിഞ്ഞ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഡാർക്ക് കളർ കാർബൺ പേപ്പറൊക്കെ വെച്ചിട്ട് വരയ്ക്കണമെന്നുണ്ടെങ്കിൽ തയ്ച്ചു കഴിഞ്ഞാലും ബ്ലൂവോ അല്ലെങ്കിൽ ബ്ലാക്കോ കളറ് കാണാൻ പറ്റും പുറത്തേക്കൂടെ. അപ്പോൾ അത് കാണാണ്ടിരിക്കണമെങ്കിൽ വരച്ചേക്കുന്ന സർക്കിളിൻ്റെ കുറച്ച് പുറത്തായിട്ട് കുത്തിയെടുക്കുക എപ്പോഴും. ഇനി 8 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് സൈഡിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഏതെങ്കിലും ഈ സെൻറ്ററിനോട് ചേർന്ന് എവിടെയെങ്കിലും നമ്മൾ ഒന്ന് പൊക്കിയെടുത്തിട്ട് ഇവിടെ നമുക്കൊരു നോട്ട് വേണം. എല്ലാ ത്രെഡിൻ്റെ മേളിൽ കൂടെ ഒന്ന് ഉടക്കി വെക്കാനായിട്ട്, ഒരു നോട്ട് പോലെ വെക്കാനായിട്ട്, എല്ലാത്തിനെയും കൊണ്ട് ഉറപ്പിച്ച് വെക്കാനായിട്ട് നമ്മൾ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് കുത്താം. ഇങ്ങനെ ഞാൻ വെച്ചു. ഇനിയും എവിടെ വേണമെങ്കിലും ഏതെങ്കിലും ത്രെഡിൻ്റെ അവിടെ നമുക്ക് പൊക്കാം. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത സ്ഥലത്ത് തന്നെ ഞാൻ പൊക്കി. ഇനി പൊക്കിയെടുത്തതിൻ്റെ ബാക്കിലത്തെ ത്രെഡിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്കൂടെ ഇങ്ങനെ 2 ത്രെഡിൻ്റെയും പൊക്കിയെടുത്തേക്കുന്ന ത്രെഡിൻ്റെ ബാക്കിലത്തെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെയും ഫ്രണ്ടിലത്തെ ത്രെഡിൻ്റെ താഴത്തേക്കൂടെയും സൂചി പാസ് ചെയ്യുക. വീണ്ടും അതുപോലെ തന്നെ ഈ ത്രെഡിൻ്റെ ബാക്കിലത്തെയും ഫ്രണ്ടിലത്തെയും അങ്ങനെ ചെയ്ത് ഫുള്ളും നമ്മൾ ഫില്ല് ചെയ്തെടുക്കാൻ പോവുക. ഇങ്ങനെ എപ്പോഴും ത്രെഡ് ഇരിക്കുന്നതിൻ്റെ ബാക്കിലത്തെ
ത്രെഡും മുമ്പിലത്തെ ത്രെഡിൻ്റെയും താഴത്തെ കൂടെ സൂചി പാസ് ചെയ്ത് ഫുള്ളും അങ്ങനെ ചെയ്ത് നമ്മളിങ്ങനെ ഇങ്ങനെ കെട്ടായിട്ട് വന്നിട്ട് ഫുള്ളും ഈ ലെഗ്സ് മുഴുവൻ കവർ ചെയ്യണം. അപ്പോൾ ഒരു ശരിക്കും 8 ലെഗ്സ് മാത്രമായിട്ട് കാണാൻ പറ്റും, എടുത്ത് എംപോസ് ചെയ്ത് കാണാൻ പറ്റും. ഒരു വീല് പോലെ അതല്ല സ്പൈഡർ വെബ് പോലെ ഇരിക്കും കാണാനായിട്ട്. ഇതും 6 strands ത്രെഡ് ഇട്ട് തയ്ക്കുക. ഇതിപ്പം ഞാനിവിടെ ആങ്കറിൻ്റെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. ഇതിന് പകരം നമുക്ക് പേൾ കോട്ടൺ ത്രെഡ് ആയാലും യൂസ് ചെയ്യാം. ആദ്യം ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ട് ലീവ്സ് തയ്ക്കുമായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ കയറ്റുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ ഉടക്കും ഈ സൂചി. ഇങ്ങനെ ഓരോ വട്ടം നമ്മൾ ഇതുവരെ എടുക്കുമ്പോൾ അപ്പം അവിടുത്തെ നൂലിൽ കൊണ്ട് ഇങ്ങനെ ഉടക്കിയിട്ട് നമ്മൾ വലിക്കുമ്പം ചിലപ്പം അതിങ്ങനെ പൊട്ടി പോരുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് ആദ്യം ഫ്ലവർ തയ്ച്ചു കഴിഞ്ഞിട്ട് ലീഫും സ്റ്റെമ്മും തയ്ക്കണമായിരിക്കും കുറച്ചും കൂടെ നമുക്ക് തയ്ക്കാൻ സുഖം. തുണിയായിട്ട് അറ്റാച്ച്മെൻറ്റേ ഇല്ല, എല്ലാം ത്രെഡിൻ്റെ താഴത്തെ കൂടെ തന്നെയാണ് പോകുന്നത്. തുണിയായിട്ട് അറ്റാച്ച് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ അവസാനമാകുമ്പോൾ 2 എണ്ണം ഒരുമിച്ച് കയറ്റാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഓരോന്നോരോന്ന് ചെയ്യുക. ഇപ്പം നമ്മൾ തയ്ച്ചു കഴിയുമ്പം നമ്മുടെ ഇതിൻ്റെ ഇവിടെ എല്ലാത്തിൻ്റെയും ഈ ത്രെഡ് തീർന്നു, അടിയിൽ കൂടെ എടുക്കാനില്ല. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി അത് കെട്ടിട്ടിട്ട് വേണം അടുത്തത് തയ്ക്കാൻ. അടിയിൽ കൂടെ വലിച്ചുകൊണ്ട് പോകരുത്, കെട്ടിടുക. അപ്പോൾ ഇന്ന് കണ്ട 2 സാരി അതിലത്തെ തയ്യലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.